വെളിച്ചെണ്ണ വില വർധനവിൽ കേര ഫെഡ് അമിത ലാഭം ഈടാക്കുന്നില്ല എന്ന് മാനേജിംഗ് ഡയറക്ടർ. വിപണിയിലെ കൊപ്ര വിലയിലെ വർധനവാണ് വെളിച്ചെണ്ണ വില വർദ്ധിക്കാനുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നത്. 2024 കിലോയ്ക്ക് 100 രൂപ മാത്രമായിരുന്ന കൊപ്രയുടെ വില ഇപ്പോൾ 300 രൂപയോളമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇതാണ് വിപണിയിൽ വെളിച്ചെണ്ണയുടെ വില വർദ്ധിക്കാനുമുള്ള പ്രധാന കാരണം. 100 രൂപയ്ക്ക് കൊപ്ര അവൈലബിൾ ആയിരുന്നപ്പോൾ 210 രൂപയ്ക്ക് ഞങ്ങൾ വിറ്റെങ്കിൽ 300 രൂപ ഇപ്പോൾ ഏതാണ്ട് 300 രൂപയ്ക്ക് അടുത്തു. 300 രൂപയ്ക്കാണെങ്കിൽ 630 രൂപയ്ക്ക് വിൽക്കണം. സിമ്പിൾ കണക്കാണ്. പക്ഷെ ഞങ്ങൾ 529 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ കൊപ്രയുടെ വിലയിലുണ്ടായ 100% പുറത്തുണ്ടായ വർധനവാണ് ഈ വെളിച്ചെണ്ണ വില വർധനവിന് കാരണം. വില കുറഞ്ഞ സമയത്ത് എന്തുകൊണ്ട് കൊപ്ര വാങ്ങിച്ചു വെച്ചില്ല എന്നുള്ളത്. 135 രൂപ വിലയുണ്ടായിരുന്ന സമയത്ത് അത് കൊപ്രയുടെ ഏറ്റവും വലിയ വിലയായിരുന്നു അന്ന്. അത് 280 രൂപയാകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല. ഹിസ്റ്റോറിക്കലി അങ്ങനെ ഉണ്ടായിട്ടുമില്ല. എന്നാൽ കേര വെളിച്ചെണ്ണയുടെ വില കേരളത്തിലെ മുൻനിര ബ്രാൻഡുകളുടെ വിലയേക്കാൾ അധികവുമല്ല. കേര വെളിച്ചെണ്ണ അതിലെ ക്വാണ്ടിറ്റിയിലോ അല്ലെങ്കിൽ ക്വാളിറ്റിയിലോ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 1000 ml ആണ് വിൽക്കുന്നത്. ബാക്കിയുള്ള ബ്രാൻഡുകൾ എടുത്ത് നോക്കിയാൽ ഒരു 100 ml കുറവുണ്ടാകും. പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് വില കുറവായിരിക്കും. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സർക്കാർ സബ്സിഡികൾ ഒന്നുമില്ലാതെ ഒരു വാണിജ്യ സ്ഥാപനമായിട്ടാണ് കേര ഫെഡ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.